പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മലയാളം ഡൗട്ടാ ടോപ്പ് സാധനം. ലാലേട്ടൻ ഹോളിവുഡ് വേറെ നോക്കൂ. ഒന്നാമത് നോക്കി ലാലേട്ടൻ അഴിഞ്ഞാട്ടം മലയാളത്തിലെ ബെഞ്ച് മാർക്കാണ്. എന്തിന് കിടിലപ്പടം സുരേഖ ബെഞ്ച് മാർക്ക് മൂവിയാണ്. ശരിക്കും പാൻ ഇന്ത്യൻ സിനിമ എടുക്കുന്നവർക്കുള്ള ഒരു ബെഞ്ച് മാർക്ക് മൂവിയാണ്. ഡയറക്ടർ ബില്യൻസ്, റൈറ്റർ ബില്യൻസ്, അതിൻ്റെയൊക്കെ അയ്യകളിയാണ്. ഭയങ്കരമായ സസ്പെൻസ് ഉണ്ട്. എന്റെയൊക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് പോയാണ്. പെർഫോമൻസ് അദ്ദേഹത്തെ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അതിനകത്ത് കുറച്ച് പോർഷനേ ഉള്ളൂ, പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ പടം. നമ്മളെ ലാലേട്ടൻ ലവ് യു. ഫുള്ള് ഗൂസ് ബംസ് ആണ്. സൂപ്പർ. പൃഥ്വിരാജ് ബ്രില്യൻസ്. നല്ല മൂവി, അടിപൊളിയാണ്. കിടിലം പടം സൂപ്പർ. ഒരു ബോളിവുഡ് ഫിലിം. വേറെ ലെവൽ പടം. ഇറ്റ്സ് എ ഹ്യൂജ് മൂവി. നമ്മുടെ മലയാളത്തിലൊന്നല്ല, ഇന്ത്യയിൽ വരെ ഇത്രയും നല്ലൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടോന്ന് ഭയങ്കര ഡൗട്ടാണ്. മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. ഒരു ഹോളിവുഡ് മൂവി കണ്ടൊരു ഫീലാണ്. പിന്നെ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല. കരച്ചിൽ വന്നു. നല്ല മൂവി. എല്ലാരും തിയേറ്റർ എക്സ്പീരിയൻസ്. നല്ല പടം. എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയും. പിന്നെ എല്ലാ മാസം ഞാൻ എന്തായാലും പറഞ്ഞ സ്പോയിലർ പോയപ്പോ അതുകൊണ്ടാണ്. അതിന്റെ ക്ലൈമാക്സ് പഞ്ചൊക്കെ യു ഷുഡ് വാച്ച്. വെരി എക്സൈറ്റിംഗ്. കിട്ടില്ല. ആറാം തമ്പുരാൻ കലക്ക്. ഒന്ന് പറയും. അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സിനിമ. മലയാളത്തിന്റെ മോളിവുഡല്ല, മോഹൻലാൽ ഊട്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിലും നല്ല കൊടുത്തിരിക്കുന്ന സീനെല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളി വെർത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ വൺ കംബാക്ക് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പൃഥ്വിരാജ് മോഹൻലാലിന് വേണ്ടി എടുത്തു വെച്ചതിൽ കരിയറിലെ ബെസ്റ്റ് പടം തന്നെ പറയാം. മാത്രമല്ല ഇനി അടുത്ത പടത്തിന് വേണ്ടി കട്ട വെയിറ്റ് സ്റ്റീഫൻ നെടുമ്പള്ളിനെക്കാട്ടും കൂടുതൽ ഖുറൈഷി അബ്രഹാമിന്റെ സ്റ്റോറിയാണ്. ഇനി ഖുറൈഷി അബ്രഹാമിന്റെ സ്റ്റോറി ഇനി കൂടെ ഡെവലപ്പ് ആയിട്ട് ഇനി അടുത്ത പാർട്ടിലാണ് ഇനി അറിയാനുള്ളത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അതൊക്കെ പൊളിയായിട്ട് ക്ലൈമാക്സ് എല്ലാം പൊളിയായിട്ട്. ഹോളിവുഡിൽ ഫുള്ള് ഹോളിവുഡ് മേക്കിംഗിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. പൊളിയായിട്ട് എല്ലാം ഹോളിവുഡ് ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സീനുകളിൽ നമുക്ക് പ്രതീക്ഷ കളയത്തക്ക രീതിയിലൊന്നും തരില്ല. എല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഹോളിവുഡ് ലെവൽ തന്നെയാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ എല്ലാ ആരാധകർക്കും ഒരു എന്റർടൈൻ സിനിമയാണ്. നല്ലൊരു എഫക്റ്റ് ആണ് സിനിമ. ക്യാമറയും സൗണ്ടും
എല്ലാം വളരെ നല്ല രീതിയിലാണ്. നല്ല സിനിമ. അതൊന്നും പറയാനൊക്കത്തില്ല. അത്രയൊന്നും ഒരിക്കലും അത് പറയാനൊക്കാത്തൊരവസ്ഥയിലാണ്. ഒരു കണ്ടിട്ടൊരു ഒരു ഹോളിവുഡ് സിനിമ ഒരു 2 സിനിമ കാണുന്നതിന്റെ അത്ര എഫക്റ്റ് ആണ്. വളരെ നല്ല സിനിമ. അടിപൊളി, പോയി കാണണം ഒരിക്കലെങ്കിലും. അടിപൊളി. ഇനി 3ാമത് പറഞ്ഞുണ്ട്, അതാണ് പൊളി. അപ്പൊ 3ാമത്തെ പാട്ട് പിന്നെ നമ്മളെ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. ലൂസിഫർ ആണെന്നുള്ളത് ബെറ്റർ, അത്ര പറഞ്ഞോളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ആ ഹൈപ്പിന്റെ അത്രയും ഒരിക്കലും വന്നിട്ടില്ല. പ്രതീക്ഷ വന്ന ലാലയുടെ മിസ്സിംഗ് ആണ്. പ്രതീക്ഷ വന്ന ലാലയുടെ മിസ്സിംഗ് ആണ്. ലാലയുടെ വെച്ച് ബാക്കി വേറെ അന്യായം എടുത്ത് പറയാം. കൊള്ളാം.